ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ MK റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായ നികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. അടുത്ത മാസം 13 വരെ 19 ദിവസം ഇരുസഭകളും സമ്മേളിക്കും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിക്ഷേപണ രംഗത്ത് യുവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആദ്യമായി കൈവരിച്ച നേട്ടം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ये स्टार्टअप ने 28 के एवरेज वाले नौजवानों ने अंतरिक्ष में भारत का झंडा गाड़ दिया है, जो भारत को आत्मविश्वास से भर देती है. विश्व में भारत का प्रोफाइल सर्वमान्य सर्वस्वीकृत बनता जाता है कि हमारे देश के युवाओं की क्षमता और उनकी आकांक्षा अंतरिक्ष जितनी असीम है, इससे बड़ा संदेश देश के लिए कोई और प्रेरणा नहीं दे सकता है. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ തുടരാൻ തീരുമാനിക്കുന്ന പൌരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PSCയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെയാണ് യോഗം. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി AP അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ, ട്രൈബൽ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയിൽ പൂർത്തീകരിച്ച 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ 1-ാം പ്രതി അധ്യാപകൻ ഡോക്ടർ MK റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം റാമിനെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGov എന്നിവയിലൂടെയും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് മുന്നോടിയായുള്ള പ്രീ ഇവന്റുകൾക്ക് കോഴിക്കോട് തുടക്കമായി. ഇതിന്റെ ഭാഗമായി താമരശ്ശേരി ചുരത്തിൽ ഇന്ന് മഴ നടത്തം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ദക്ഷിണേന്ത്യയിലെ ഏക അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ് തുഷാരഗിരിയിലേത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ചാലിയാറിന്റെ ഉപനദികളായ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിയിലുമാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഫെസ്റ്റിവലിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ജില്ലയിലെ 8 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റികളുമായി വിവിധ സാഹസിക കായിക പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇന്ന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പാക്കേജുമായി KSRTC. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ കഴിച്ച് മടങ്ങാനും അവസരമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി നടത്തുന്ന ബജറ്റ് ടൂറിസം സെൽ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയിൽ ഇത്തവണ 500 ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ഈ സൗകര്യം ലഭ്യമാകും. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ നടക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് ചട്ടങ്ങൾ രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടതുള്ളാണെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം പ്രചരണങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് സ്പെയിൻ 2ാം കിരീടം സ്വന്തമാക്കി. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ഫെറാൻ ടോറസ് ആണ് വിജയഗോൾ നേടിയത്. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരായത്. റോഡ്രിയാണ് ടൂർണമെന്റിലെ മികച്ച താരം. 10 ഗോളുകളുമായി കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നിലനിർത്തി. ഉനായ് സിമോൺ മികച്ച ഗോളിയും പൌ കുബാർസി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും നേടി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബെദേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദ സീരീസ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 604 പോയിന്റ് ഇടിഞ്ഞ് 77,551-ലും നിഫ്റ്റി 152 പോയിന്റ് താഴ്ന്ന് 24,179-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 120 രൂപ കൂടി 1,05,200 രൂപയും ഗ്രാമിന് 13,150 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ MK റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.